ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ 1 to 2 year old കിഡ്സിൻ്റെ ഒരു ജിമ്മി ചൂ ഫാബ്രിക് വെച്ച് എന്നുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു 1.5 മീറ്റർ ഫാബ്രിക്കാണ് ഇത് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഫ്രണ്ട് ബോഡീസിൻ്റെ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴുത്തും കൂടി ഷേപ്പ് ചെയ്താൽ മതി. ഇതിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബേസിക് ഡ്രാഫ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്രോക്കിന് ബാക്ക് ബോഡീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് ബോഡീസിൻ്റെ ബോർഡർ ലൈൻസ് എല്ലാം ഒരു പുതിയ പാറ്റേൺ പേപ്പറിലോട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ട്രേസിംഗ് വീൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ട്രേസ് ചെയ്തെടുക്കുന്നത്. ട്രേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നമ്മൾ ഏതൊക്കെ ലൈൻസ് ആണോ ട്രേസ് ചെയ്ത് അത് നമുക്ക് വിസിബിളായി വരും. ആ ലൈൻസ് എല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ബാക്ക് ബോഡീസിൽ നമ്മൾ കഴുത്തിന് ഇറക്കം നമ്മൾ ഫ്രണ്ട് ബോഡീസിൽ 2.5 ഇഞ്ച് ആയിരുന്നല്ലോ കൊടുത്തത്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് തന്നെയല്ല ബാക്ക് ബോഡീസിൽ കൊടുക്കുന്നത്, കുറച്ചും കൂടെ കയറ്റിയാണ്. അതുകൊണ്ട് ഞാനൊരു 1.5 ഇഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ബാക്ക് ബോഡീസിൽ നമ്മൾ സിപ്പ് കൊടുക്കുന്നില്ല, അതിന് പകരം ഞാൻ ഒരു ഓപ്പണിംഗ് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വേസ്റ്റ് ലൈനിന് മുകളിലോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദാഹി കാണുന്നത് പോലെ ഒരു റൗണ്ട് ഷേപ്പ് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ റൗണ്ട് ഷേപ്പിൻ്റെ ഒരു സൈഡിൽ, അതായത് ഇതിപ്പോൾ ഒരു സൈഡിലെ പാറ്റേൺ ആണല്ലോ നമ്മൾ വരയ്ക്കുന്നത്, അതിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഉടുപ്പ് നമ്മൾ നിവർത്തുമ്പോൾ മൊത്തം 5 ഇഞ്ച് വീതിയിലായിരിക്കും ആ ഒരു ഓപ്പണിങ് വരുന്നത്. ഇനി നമ്മൾ ഈ 2 പാറ്റേൺസ് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പാറ്റേൺസ് നമ്മൾ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുക. അതിനായിട്ട് ഞാൻ 2 കോട്ടൺ ലൈനിങ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മെയിൻ ഫാബ്രിക് ഞാൻ എടുത്തിരിക്കുന്നത് ജിമ്മി ചൂ ആണ്. ഫാബ്രിക്കിൻ്റെ സൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ 2 ഫാബ്രിക്കിലും നമ്മൾ 2 ബോഡീസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തല്ലോ, ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും. അത് രണ്ടും നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ സിബ് വരാത്തത് കൊണ്ട് പ്രത്യേകിച്ച് 1 ഇഞ്ച് വീതി മാറ്റിയിട്ട് ട്രേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബാക്കിൽ ഓപ്പണിംഗ് വരുന്നിടത്ത് ഞാനൊരു കുഞ്ഞ് കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് ബോഡീസിൽ നമ്മളൊരു ബോ പോലെ ഒരു കാര്യം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫാബ്രിക് എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ നല്ല വശം ഉള്ളിലോട്ടാക്കി ഇതേപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് അതിൻ്റെ എൻഡ് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വശത്തോട്ട് ആ തുണി ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് നമ്മൾ എപ്പോഴും സാധാ ബോയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് കൊടുക്കുക. അപ്പം നമ്മൾ തയ്ച്ചതിൻ്റെ ഒരു മടക്ക് കാണുമല്ലോ, അതിനെ നമ്മൾ നടുക്കോട്ടാക്കുക കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ 2 സൈഡിലും സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പാടൊന്നും കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ തയ്ച്ച ലൈൻ നടുക്കാക്കിയിട്ട് അത് തിരിച്ചിട്ടത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ കുഞ്ഞി കുഞ്ഞി പ്ലേറ്റ്സ് കൊടുത്തിട്ട് നമ്മളൊന്ന് നൂല് കൊണ്ടൊന്ന് ടൈ ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമ്മൾ നൂല് കൊണ്ട് കൂടി ചെയ്യുമ്പോൾ നല്ല കുറച്ചും കൂടെ നല്ല സ്റ്റിഫായിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമ്മളിത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാറ്റേൺ ഉണ്ടല്ലോ, അതിനകത്തോട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ആ 2 ഭാഗത്തും ഒരു കുഞ്ഞി കുഴിവുണ്ട്. ആ കുഴിവിന് നേരെ തന്നെ നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ ഞാൻ 2 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിരിക്കും നമ്മുടെ ബോയുടെ ആ ഒരു എൻഡ് വന്ന് നിൽക്കേണ്ടത് കണ്ടോ. അപ്പോൾ ഒരേ ലെവലിൽ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ബോയും നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ബോ കവർ ചെയ്യാനായിട്ടുള്ളൊരു കുഞ്ഞി ഫാബ്രിക് സ്റ്റിപ്പാണ് ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇവിടെയും ആ സ്റ്റിച്ചിൻ്റെ ലൈൻ നമുക്ക് വിസിബിൾ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റിച്ചിൻ്റെ ലൈൻ നടുക്കോട്ടാക്കിയിട്ട് അത് തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ബോയുടെ ഉള്ളിലോട്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ മടക്കിയിട്ട് അതിൻ്റെ ആ എൻഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ബോ വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം നടുക്ക് നമ്മൾ നൂലുകൊണ്ട് കെട്ടിയതുകൊണ്ട് അവിടെ അത്യാവശ്യം കട്ടിയായിരിക്കും. അപ്പോൾ നമ്മളത് മെഷീനിലിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഈ തുണി ചീത്തയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തുണിക്ക് അധികം കട്ടിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ബോയിനെ കൈകൊണ്ടൊന്ന് തയ്ച്ചൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഫാബ്രിക്കിനെ വീണ്ടും ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ എൻഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോയുടെ ആ രണ്ട് സൈഡും പ്ലീറ്റ്സ് ഒരു കാണാൻ ഒരു ഭംഗിയുള്ള രീതിയിൽ നമ്മളൊന്ന് പ്ലീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡ്. അതിനുശേഷം എന്താ നമ്മൾ ആ ഒരു കൈക്കുഴിയായിട്ട് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. എപ്പോഴും പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. എക്സസ് ആയിട്ടുള്ള ഫാബ്രിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും സാധാ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ലൈനിങ് വെക്കുക. കഴുത്തും നമ്മുടെ സ്ലീവും മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ കട്ട്സ്, അതിനെയാണ് നമ്മൾ നോച്ചസ് എന്ന് പറയുന്നത്, നോച്ചസ് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് തിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസും ചെയ്യുക. അത് നിങ്ങളൊന്ന് കണ്ടിട്ടോ. അങ്ങനെ നമ്മുടെ ബോഡി പാർട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ബോ കവർ ചെയ്യാനായിട്ട് നടുക്കൊരു ഫാബ്രിക് സ്റ്റിപ്പ് കൊടുത്തില്ലേ, ആ ഫാബ്രിക് സ്റ്റിപ്പിൽ വെള്ള മുത്തുകൾ ഇങ്ങനെ അടുക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എടുപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ വെള്ളമുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ. നിങ്ങളെങ്ങാണ് ഈ മോഡൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ബോ കവർ ചെയ്യുന്ന സ്റ്റിപ്പിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ബീഡ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ രണ്ട് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഫാബ്രിക്കും പിന്നെ കോട്ടൺ ലൈനിങ് 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 11.5 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാണ് ഞാൻ കോട്ടൺ ലൈനിങ്ങിൻ്റെ ഹൈറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് 16 ഇഞ്ചാണല്ലോ. അതിൽ നമ്മുടെ വേസ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 10 ഇഞ്ചാണ്. അതിനോടൊപ്പം നമ്മുടെ തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് 11.5 ഇഞ്ച് വന്നത് കേട്ടോ. പിന്നെ ലെങ്ത് ആണെങ്കിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക, അതായത് സൈഡ് തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബോക്സ് പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ തയ്യൽ തുമ്പാണ്. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഇഞ്ച് ഇതേപോലെ ഇങ്ങനെ ആ ത്രൂ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് വീതിയാണെങ്കിൽ നമ്മുടെ മുഴുവനായിട്ടുള്ള ടോട്ടൽ വീതി വരുന്നത് 4 ഇഞ്ചായിരിക്കും. കാരണം ബോക്സ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ 2 വശത്തോട്ടും പ്ലേറ്റ് എടുക്കുകയാണല്ലോ. അപ്പോൾ ഒരു വശത്തോട്ടാണ് 2 ഇഞ്ച്, അപ്പോൾ 2 വശം വരുമ്പോൾ 4 ഇഞ്ച്. പ്ലേറ്റ് എടുക്കാനായിട്ട് നമ്മൾ 3ാമത് മാർക്ക് ചെയ്ത പോയിന്റിനെ എടുക്കുക. എന്നിട്ട് 2ാമത്തെ പോയിന്റിന് ഉള്ളിലോട്ടാക്കിയിട്ട് ആദ്യത്തെ പോയിന്റിൽ കൊണ്ട് പിൻ ചെയ്യുക. മനസ്സിലായോ? നമ്മൾ ആദ്യത്തെ 3 പോയിന്റ്സിൽ 3ാമത്തെ പോയിന്റാണ് എടുക്കുന്നത്. ഇനി അടുത്ത വശത്തോട്ട് പ്ലേറ്റ് ചെയ്യണമെങ്കിൽ 4ാമത്തെ പോയിന്റ് എടുക്കുക. 5ാമത്തെ പോയിന്റിനെ ഉള്ളിലോട്ടാക്കിക്കൊണ്ട് 6ാമത്തെ പോയിന്റിൽ കൊണ്ട് പിൻ ചെയ്യുക. ഇപ്പം മനസ്സിലായോ? ബോക്സ് പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 വശത്തോട്ടും പ്ലേറ്റിങ് വരുന്നുണ്ട്. അതിൽ ഒരു പ്ലേറ്റിന്റെ വീതിയാണ് 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തത്.
അപ്പോൾ നമ്മൾ ടോട്ടൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് വീതിയായല്ലോ. ഇങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുക, അതായത് നമ്മൾ മുഴുവനെ ഇതേപോലെ പ്ലേറ്റ് ഇട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രോക്കിനൊക്കെ നമ്മൾ ഇച്ചിരി വീതി കൂടുതലായിട്ട് പ്ലേറ്റ് ഇടുകയാണെങ്കിലായിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 2 ഇഞ്ച് വീതി എടുത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ 1 ഇഞ്ച് വീതി മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക് നമ്മൾ അങ്ങനെ പ്ലേറ്റ് ചെയ്തു. ഇനി കോട്ടൺ ലൈനിങ്ങിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 1 ഇഞ്ച് വീതിയിൽ കുഞ്ഞി സാധാ പ്ലേറ്റ്സ് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ നൈഫ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നൈഫ് പ്ലേറ്റ്സ് 1 ഇഞ്ച് വീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ലൈനിങ് എടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 2 ലൈനിങ്ങിനും ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ലൈനിങ്ങും പ്ലേറ്റ് ഇട്ടു. അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആണ് അത് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് 20 ഉണ്ട്, അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 22 ഇഞ്ച്. ഇനി ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും സൈഡ് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെയിൻ സ്കേർട്ടിനകത്തോട്ട് ലൈനിങ്ങും ഉള്ളിലോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ബോഡി പാർട്ട് തമ്മിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണും. അങ്ങനെ നമ്മൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ ഉൾവശം നോക്കിയാൽ കാണാം, നമുക്ക് തയ്യൽ തുമ്പ് കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ എന്താ, കുട്ടികൾക്ക് ഇട്ട് കഴിയുമ്പോൾ അരയുടെ ഭാഗമൊക്കെ കുത്തിക്കൊള്ളും അല്ലേ. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ ചീത്ത വശത്തിനെ വെളിയിലോട്ടാക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഈ കാണുന്നത് പോലെ നമ്മൾ ഓൾറെഡി തയ്ച്ചു വെച്ചൊരു ലൈനിങ് സ്കേർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ കയറ്റുക. എന്നിട്ട് രണ്ടിൻ്റെയും അര തമ്മിൽ ചേർത്ത് വെച്ചിട്ട്, അതായത് വേസ്റ്റ് പോർഷൻ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ, നമ്മുടെ ഉൾവശം എല്ലാം നല്ല നീറ്റായിട്ടിരിക്കും, തയ്യൽ തുമ്പൊന്നും കാണത്തില്ല. ഇതിപ്പോൾ നമ്മൾ ടോപ്പ് ആദ്യം ഒന്ന് തയ്ച്ചു വെച്ചു, അതിനുശേഷം സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത്. അതെന്ന് വെച്ചാൽ ബാക്കിൽ ഓപ്പണിങ് സിബൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമ്മുടെ സ്കേർട്ട് പാർട്ട് വയ്ക്കും, അതിൻ്റെ നടുക്ക് നമ്മുടെ ബോഡി പാർട്ട് വയ്ക്കും, അതിൻ്റെ പുറത്ത് പിന്നെ ഒരു ലൈനിങ് വയ്ക്കും. അങ്ങനെയാണ് വേറൊരു മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, നമ്മുടെ ഉള്ളിൽ തയ്യൽ തുമ്പൊന്നും കാണുന്നില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രോക്കിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ജിമ്മി ചൂയിൽ ഞാൻ റോളിംഗ് പൗഡർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഫിഷിംഗ് ത്രെഡ് ഉണ്ടല്ലോ, ടങ്കസ് വയർ, അതും കൂടി ഞാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ താഴെയൊക്കെ നല്ല കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിടക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ ആ ഫിഷിംഗ് ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടോ, ആ ഫ്രോക്കിൻ്റെ ഹെം പോർഷൻ നല്ല വേവിയായിട്ട് കിടക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് അടിക്കാനായിട്ടുള്ള എന്തോരം മെറ്റീരിയൽസ് വേണമെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.